ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പോക്കറ്റെക് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സെപ്റ്റംബർ മാസം ഇറങ്ങാൻ പോകുന്ന ഒരു ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല, കുറച്ച് ലീക്സ് ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എത്രത്തോളം ഈ ഒരു ഫോൺ അതിൻ്റെ പവർ എന്തായിരിക്കും, അത് എത്രത്തോളം അതിൻ്റെ മുമ്പുള്ള വെർഷൻസിനെക്കാട്ടും പവർഫുൾ ആണെന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ഫോണാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, OnePlus 70 Pro എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ടോ എന്ന് കൺഫേം ആയിട്ടില്ല. അപ്പോൾ എന്തായാലും ഫോൺ ഉണ്ടെന്ന് തന്നെ നമുക്ക് അസ്യൂം ചെയ്താണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ രണ്ട് ഫോണുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി സെലക്ട് ചെയ്ത് ഓൾ ചൂസ് ചെയ്തിട്ടേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഒരു വർഷം OnePlus 2 ലോഞ്ച് ഇവൻറ്റ്സ് ആണ് വിളിക്കാറുള്ളത്. ഓക്കെ, 6 മാസം കൂടുമ്പോഴേ അവർ ഓരോ ഫോൺസ് ലോഞ്ച് ചെയ്യും. അപ്പോൾ എന്തായാലും കുറച്ച് നാളുകൾ, അതായത് ഒരു 5 മാസം മുമ്പേ OnePlus അവരുടെ 2 ഫോൺസ് റിലീസ് ചെയ്തു, OnePlus 7ഉം 7 Proയും. അപ്പോൾ ഈ 2 ഫോണുകളും മാർക്കറ്റിൽ ഭയങ്കര വലിയൊരു ഹിറ്റായിരുന്നു. OnePlus 7 ആയാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 33,000 റുപ്പീസ് ആയിരുന്നു. 7 Pro ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 48,000 റുപ്പീസ് ആയിരുന്നു. 2 ഫോൺസും 2 സെഗ്മെൻറ്റിലും നല്ല സെയിൽ ആയിരുന്നു പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഫോണിൻ്റെ പ്രോസസ്സർ ഏതാണെന്ന് നോക്കാം. സ്നാപ്ഡ്രാഗൺ 855+ ആണ് OnePlus 70യിലും 70 Proയിലും വരാനായിട്ട് പോകുന്നത്. അത് ഓൾമോസ്റ്റ് കൺഫേം ചെയ്യാൻ പറ്റുന്ന ന്യൂസാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ OnePlus എപ്പോഴും സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും എൻഡ് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന പ്രൊസസ്സർ തന്നെയായിരിക്കും യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സ്നാപ്ഡ്രാഗൺ 855+ തന്നെയാണ് OnePlus 70യിലും 70 Proയിലും വരാൻ പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്യാമറയാണ്. ക്യാമറ എന്ന് പറയുമ്പോൾ OnePlus 70യിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരാൻ പോകുന്നത്. OnePlus 70യുടെ ലീക്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിൽ വന്ന വീഡിയോയിലെന്ന് വെച്ചാൽ ഒരു റിയർ സൈഡിലായിട്ട് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പായിരുന്നു. അതുമാത്രമല്ല ഒരു റൗണ്ടഡ് ക്യാമറ ഹൗസിങ് അല്ലെങ്കിൽ ഒരു മോഡ്യൂളായിരുന്നു അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മുമ്പ് വന്ന വെർഷനെക്കാട്ടും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെർഷനായിരുന്നു OnePlus 70യിൽ നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ലീക്കാണ്, കൺഫേം ആണോ എന്നറിയില്ല. എന്തായാലും ആ ഒരു രീതിയിലാണ് വരുന്നതാണ് ഇതുവരെയുള്ള എല്ലാവരും അസ്യൂം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും OnePlus 70യിൽ ഒരു റൗണ്ടഡ് ക്യാമറ മോഡൽ വരുന്നുണ്ട്. ഓക്കെ, 70 Proയുടെ കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല. OnePlus 70 Proയെ പറ്റി പറയുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ OnePlus 7 Proയുടെ ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ തന്നെയാണ് 70 Proയിലും വരാൻ പോകുന്നതെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് OnePlus 70യിൽ ട്രിപ്പിൾ ക്യാമറ ആയിരിക്കും. ഓക്കെ, ആ ഒരു റൗണ്ട് ഹൗസിങ്ങിൽ വരും. OnePlus 70 Proയിൽ ഒരു ക്വാഡ് ക്യാമറ കാണും, ഇൻക്ലൂഡിങ് എ മാക്രോ ലെൻസ്. ഓക്കെ, അപ്പോൾ ഒരു മാക്രോ ലെൻസ് കൂടെ ആയിട്ട് OnePlus 70 Pro അതായത് ക്വാഡ് ക്യാമറയിൽ വരുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ OnePlus 7ൻ്റെ സെയിം തന്നെ ആയിരിക്കും. 3700 mAh തൊട്ട് 4000 mAhൻ്റെ ഒക്കെ ഇടയ്ക്ക് ആ ഒരു ഗ്യാപ്പിൽ തന്നെ ആയിരിക്കും OnePlus എപ്പോഴും ബാറ്ററി ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു 3700 mAhൻ്റെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ളൊരു ബാറ്ററി തന്നെ ആയിരിക്കും OnePlus 70യിലും 70 Proയിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. OnePlus 7 Proയിൽ ഏറ്റവും മികച്ചൊരു ഡിസ്പ്ലേ ആണ് OnePlus കൊണ്ടുവന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് മൊബൈലിൽ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതും OnePlus തന്നെയാണ്. അപ്പോൾ എന്തായാലും വളരെ മികച്ചൊരു ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു OnePlus 7 Proയിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഈ ഒരു 70യിൽ നമുക്ക് 90 Hz കാണാനുള്ള സാധ്യത കുറവാണ്. 70 Pro എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ ഒരു 90 Hz ഡിസ്പ്ലേ ഉറപ്പായിട്ടും കാണാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. വളരെ മികച്ച ഒരു ക്വാളിറ്റിയുള്ള ഒപ്റ്റിക് അമോലഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും 2 ഫോണുകൾ, അതായത് 70യിലും 70 Proയിലും ഈ ഒരു നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കാം, നിങ്ങൾക്കറിയാലോ നമ്മുടെ OnePlus ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരു ടയർ 1 ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക് കയറാനായിട്ട് പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 10 എന്ന് പറയും, നിങ്ങൾക്കറിയാലോ, നോട്ട് 10+. ഓക്കെ, ആ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 70,000 റുപ്പീസൊക്കെയാണ് ഈ ഒരു നോട്ട് 10ൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു OnePlus നോക്കുന്നത്. ടയർ 1 ഫ്ലാഗ്ഷിപ്പ് എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിലേക്ക് അവരുടെ പ്രൈസ് കയറ്റുക. ഓക്കെ, അപ്പോൾ ആളുകൾ ആ ഒരു പ്രൈസിൽ വന്ന് പർച്ചേസ് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരെ OnePlus 660 ഇറക്കിയപ്പോഴും ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് അവർ 7 എത്തിയപ്പോഴത്തേക്ക് 7 എന്ന് പറഞ്ഞൊരു മോഡലും 7 Pro എന്ന് പറഞ്ഞ 2 മോഡൽസ് ആക്കിയിട്ട് അവരെടുത്തു. അത് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഇറക്കാൻ പോകുന്ന ഫോണെന്ന് പറഞ്ഞാൽ അതായത് 70യും 70 Proയും രണ്ട് വേരിയൻറ്റ്സ് തന്നെ കാണാനായിട്ട് സാധിക്കും. 70 Proയ്ക്ക് അത്യാവശ്യം നല്ല പ്രൈസ് കാണും.
70 വരാനായിട്ട് പോകുന്നത് ഓൾമോസ്റ്റ് ഒരു 35 to 40 ഇടയ്ക്കായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരാനായിട്ട് പോകുന്നത്. 70 പ്രോയുടെ പ്രൈസ് വരാൻ പോകുന്നത് ഓൾമോസ്റ്റ് 50K പ്ലസ് ആയിരിക്കും. ഓക്കെ, 50,000 രൂപയ്ക്ക് മുകളിലായിരിക്കും ഈ ഒരു 70 പ്രോയുടെ പ്രൈസ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, ഇതുവരെയുള്ള ലീക്സും കാര്യങ്ങളും ഒക്കെ 100% നമുക്ക് ട്രസ്റ്റബിൾ അല്ല. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിൽ അവർ എത്രത്തോളം അഗ്രസീവായിട്ട് ഈ ഒരു ഫോൺ പ്രൈസ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, എന്തായാലും പ്രൈസിലാണ് ഏതൊരു ഫോണിൻ്റെയും വിജയവും തോൽവിയും ഒക്കെ അളക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം OnePlusൻ്റെ 70 Pro ഈ രണ്ട് ഫോണുകളും എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്നൊക്കെ. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളും ഈ ഒരു ഫോണിൻ്റെ ഇതുവരെ വന്നിട്ടുള്ള ലീക്സുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇൻഫർമേറ്റീവ് ആയെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും ഇതുപോലെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ ഗൈസ്.